ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എലിശ്ശേരി എന്നാണോ ഉപ്പേരിയാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് പറയുക, പക്ഷെ പലയിടത്തും എലിശ്ശേരി എന്നൊക്കെ ആയിട്ടാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഉണക്കപ്പയറെന്ന് പറയും, അതായത് സാധാ പയറുടെ ഉള്ളിലുള്ള വിത്ത് ഉണക്കി കിട്ടുന്നത്, അത് കുറച്ച് ഒരു അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ട് അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് 2 മുളകും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിന് കറക്റ്റ് മേലേക്ക് വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കുക. അങ്ങനെ 3-4 വിസിൽ വന്നു കഴിഞ്ഞാൽ അത് നന്നായി വെന്ത് വരും. ഇപ്പോൾ ഞാനിതിൽ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പ് വെള്ളമാണ്. നേരെ മേലേക്ക് വന്ന് അതുപോലെ ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ 4 വിസിൽ വന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ അത് ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മത്തയാണ്. അപ്പോൾ ആ മത്ത വെച്ചിട്ടാണ് ഈ ഉപ്പേരി, അതായത് എലിശ്ശേരി ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാനാണ് നോക്കിയത്, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി വെച്ചാൽ വേറൊരു പാത്രം എടുത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, ഈ മത്തയും പയറ് വേവിച്ചതൊക്കെ കൂടി കൊട്ടി, എന്നിട്ട് അതിലാണ് വേവിച്ചത്. പിന്നെ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ആ പയറുടെ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളം കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു വെള്ളത്തിൽ ഇത് വെന്ത് വന്നോളൂ. ഇത് നന്നായിട്ട് വേവണത് വരെ അടച്ച് മൂടി വേവിക്കുക. ഒരു 5 to 8 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പരിവായി വന്നിട്ടുണ്ടാവും. ഇത് മുഴുവനായിട്ടില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാത്ത തരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിച്ചപ്പോൾ അതാ ഈ ഒരു പരിവായി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വഴന്ന് വന്ന ആ ഒരു പരിവായിട്ടുണ്ട്. നല്ല സോഫ്റ്റായി, മറ്റും ആ പയറൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കൂട്ട് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു തേങ്ങ ഫുള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു 6 ചെറിയുള്ളിയും അതുകൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നല്ല ജീരകം ഇട്ടെടുത്തിട്ട് ഇതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ചെറുതായിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. തോനെ വെള്ളം ഒഴിക്കരുത്, അരയാൻ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് മത്തപ്പേരിയിലേക്ക് അല്ലെങ്കിൽ എലിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കൂട്ടും മത്തപ്പേരും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആയി കിട്ടണം, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറവിട്ടെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും അതുപോലെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക.
ഇനി ലാസ്റ്റ് ഈ വറവ് ആ എലിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മത്തുപ്പേരി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും, നല്ല നൈസായിട്ടുള്ള സ്മെല്ലാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു രുചി എല്ലായിടത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ആരും ട്രൈ ചെയ്യാത്തതായിട്ട് വേണ്ട, എല്ലാവരും പോയി ട്രൈ ചെയ്യുക. മത്ത ഇഷ്ടമില്ലാത്തവരടക്കം തിന്നും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.